ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയ മുഖാന്തരം നിങ്ങളെ ഏവരെയും കാണുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം, പിശാചിനെ തകർക്കണമെങ്കിൽ നാം എന്ത് പ്രാപിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില വാക്കുകൾ സംസാരിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ്. ഇന്ന് ഈ ലോകം പിശാചിന്റെ അധീനതയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. പിശാച് പല തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ജനത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാരകമാകുന്ന പ്രതിസന്ധികളിലേക്ക് ഒരിക്കലും ജനത്തെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത നിലവാരങ്ങളിലുള്ള പ്രതികൂലങ്ങളൊക്കെയാണ് പിശാച് സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് കഴിയുന്നു. ദുഷ്ടകരമാകുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കൃപ അത്യാവശ്യമാണ് എന്നത് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാധാരമായിട്ട് റോമർ എഴുതിയ ലേഖന പുസ്തകം 16-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൊ ഇവിടെ പറയുന്നത്, പിശാചിനെ ചതച്ചു കളയാൻ ദൈവം നമ്മുടെ കാൽക്കീഴിലാക്കി തരാൻ ദൈവം തയ്യാറാണ്. പക്ഷേ നാം പലപ്പോഴും ദൈവത്തെ അധികമായിട്ട് ഭയപ്പെടേണ്ടതിന് പകരം പിശാചിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പിശാച് എവിടെ വെളിപ്പെട്ടാലും അവിടെ ഓടിയെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ പ്രവൃത്തികൾ കാണാനും അവന്റെ കൂത്തുകാഴ്ചകൾ കാണാനും വേണ്ടിയാണ് ജനം ഇന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാരണമാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ലഹരി എന്ന വിഷയം അത് ജീവന് ഹാനികരകമാണ്. അത് രോഗസാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നത് എല്ലാ വ്യക്തികൾക്കും ഈ ലഹരിയെ കുറിച്ച് അറിയാം. എങ്കിലും ജനം അതിന്റെ പിന്നാലെ ഒന്ന് ഓടിക്കൊണ്ടിരിക്കാൻ കാരണം ഇതിന്റെ മധ്യത്തിൽ വ്യാപരിക്കുന്നതായ ഒരു വൈശാചിക മണ്ഡലമുണ്ട്. ആ മണ്ഡലം അവരെ ഭരിക്കുന്നത് കൊണ്ടാണ് അവർ അറിയുന്ന അറിവിനെ മാറ്റിവെച്ചിട്ട് ലഹരികളിലേക്കും മറ്റുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്കും അവർ ഇടപെട്ടു പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഈ ലോകത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇതിന് ആധാരമായിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി മറ്റുള്ള വാർത്തകൾ കേട്ടിട്ട് ആ വ്യക്തി പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: ഇത്രയും ക്രൂരത കാണിക്കാൻ ഇവൻ എങ്ങനെ കഴിയുന്നു എന്ന് ആ വ്യക്തി പറയുവാനായിട്ടിടയായി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ ക്രൂരത ഇവൻ കാണിക്കുവാനായിട്ടിടയായി. പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിന് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്താൽ തെറ്റാണെന്ന് അറിയാം, എങ്കിലും അവരുടെ മാനസിക അവസ്ഥയെ പിശാച് മുതലെടുത്തിട്ട് ആ തെറ്റുകളിലേക്ക് അകപ്പെടുത്തി കളയുകയാണ്. നമുക്ക് ഇന്ന വ്യക്തിയെ കൊന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ഇതിന്റെ ശിക്ഷ കിട്ടിയാൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തില്ല, ജയിൽവാസം അനുഭവിക്കുവാനായി ഇടയാകും എന്ന കാര്യം ജനത്തിന് അറിയാം. എങ്കിലും ആ സമയങ്ങളിൽ അവരതൊക്കെ മറന്നു പോകുകയും അവരെ ഒരു മൂഢ അന്തരീക്ഷത്തിലേക്ക് പിശാച് കടത്തിവിടുകയും ചെയ്യുന്നത് കൊണ്ട് ക്രൂരകൃത്യങ്ങളൊക്കെ ഇന്ന് ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയാൻ ദൈവം നമുക്ക് കൃപ തരുമെന്നുള്ളത് വ്യക്തമായി വേദപുസ്തകം പറയുന്നു. അത് പ്രാപിച്ചെടുക്കുവാൻ നാം ഈ നാളുകൾ ദൈവത്തിന്റെ സന്നിധി ഒരുങ്ങുമെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളെ തകർക്കാൻ നമുക്ക് കഴിയും. അടുത്ത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ജനസിസ് പുസ്തകം 3-15 വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം പറയുന്നു: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം വളരെ മനസ്സിലാക്കണം. അവിടെ ഈ ആദാമിനെയും ഹവ്വയെയും തെറ്റിച്ച് ഈ ലോകത്തെ മൊത്തം പാപത്തിന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന പിശാചിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീയുടെ സന്തതി നിന്നെ തകർക്കും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം മാനവരാശിയെ രക്ഷിച്ച് മാനവരാശിക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ് പിശാചിന്റെ തലയെ തകർക്കാൻ, പിശാചിനെ ചതച്ചു കളയാൻ,
പിശാചിന്റെ പ്രവർത്തികളെ ഉടയ്ക്കാൻ മാനവരാശിക്ക് ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഈ അധികാരം നാം ആരും മനസ്സിലാക്കാതെ ഇന്നും പിശാചിന്റെ അധീനതയിൽ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തെയാണ് നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അടുത്ത ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിനക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. അവിടെ വ്യക്തമായി പറയുന്നതാണ്. പാമ്പിനെയും തേളിനെയും വ്യക്തമായിട്ട് എടുത്തു പറയാൻ കാര്യം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷമുള്ള ജന്തുക്കളാണ് ഇവ രണ്ടും. പറയുകയാണ്, ഇവയെ ചവിട്ടാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പക്ഷെ നമുക്ക് ഭയമായതുകൊണ്ട് ഇവയെ നമ്മൾ ചവിട്ടുന്നില്ല. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, അങ്ങനെ ചവിട്ടിയാൽ ഇതിന്റെ വിഷം നമ്മുടെ ശരീരത്തെ കടക്കത്തില്ലെന്ന്. അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും പിശാചിനെ തകർക്കാൻ നമുക്ക് കഴിയും എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുകയാണ്. അതിനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ എഫേസ്യരുടെ ലേഖന പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 14 വായിക്കുമ്പോൾ അവിടെ പിശാചിനെ തകർക്കാനായിട്ട് നാം എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ പറയുന്നു. എങ്കിലും ഒരു വാക്യം, ഒടുവിൽ കർത്താവിന്റെ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അവിടെ പറയുന്ന ഒരു ഭാഗം, പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ വചനം എന്ന സർവായുധ വർഗം നമ്മൾ ധരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ട് പിശാചിന്റെ കോട്ടകളെ ജയിക്കുവാൻ നമുക്ക് കഴിയും എന്നത് സത്യമായ കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ പറയപ്പെട്ട ഇത്രയും ഭാഗങ്ങൾ പറയുന്നത് പിശാച് നമ്മുടെ കാൽക്കീഴിലാണ്. പിശാചിനെ തകർക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അതിന് കൃപയുണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് ധൈര്യമുണ്ടാകണം, ഭയമുണ്ടാകരുത്. ഇവയെ വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിലോ നിങ്ങൾ വളരെ തയ്യാറായിരിക്കുമെങ്കിൽ, നിങ്ങൾ ഭയമില്ലാതിരിക്കുമെങ്കിൽ, പിശാചിന് ഏത് ശക്തികളെയും തകർക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.